പാനൂർ സ്ഫോടനത്തിൽ സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. ഒരാളുടെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. സായൂജ്, അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പരാമർശം. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള ബോംബ് നിർമ്മാണം എന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം അത് സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കും, വിമർശനം കടുപ്പിക്കും പ്രതിപക്ഷം. എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ സജോ? റിജിത്ത്, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സായൂജിന്റെ അടക്കമുള്ള അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന പരാമർശമുള്ളത്. അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആണ് ഈ ബോംബുകൾ നിർമ്മിച്ചത്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്തുക, അത്തരം ഉദ്ദേശമാണ് അതിലുണ്ടായിരുന്നത് എന്നുകൂടി പറയുകയാണ്. ഡിവൈഎഫ്ഐ ഭാരവാഹികൾ, പ്രത്യേകിച്ച് സായൂജ്, അമൽ ബാബു എന്നിവരടക്കം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ കൂടിയാണ്. അതും ഈ അവരുടെ രാഷ്ട്രീയ ബന്ധം, ഡിവൈഎഫ്ഐ ബന്ധം റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവരടക്കം 12 പ്രതികളും സിപിഐഎം പ്രവർത്തകരാണെന്നർത്ഥം വരുന്ന പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് മാത്രമല്ല, ഈ അമൽ ബാബുവിനെയാണ് നേരത്തെയും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കൂടിയാണ്, യൂണിറ്റ് സെക്രട്ടറിയാണ് അമൽ ബാബു. ഒപ്പം സിപിഐഎമ്മിന്റെ മേഖലയിലെ റെഡ് വാളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അമൽ ബാബു. ഈ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് ചെന്നയാളാണ് എന്ന ന്യായീകരണം സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് ചെന്ന പ്രാദേശിക നേതാവിനെയും കേസിൽ പ്രതിയാക്കി എന്ന വാദം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. ഇതിൽ പക്ഷേ അമൽ ബാബുവിനെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ഫോടനം നടന്നയുടൻ ഈ അമൽ ബാബു സ്ഥലത്തെത്തുകയും അവിടെ നിർമ്മിച്ചു വെച്ചിരുന്ന ബോംബുകൾ, അതായത് അതിനകം കുറേയധികം ബോംബുകൾ നിർമ്മിച്ചിരുന്നു, 7ഓളം ബോംബുകൾ നിർമ്മിച്ചിരുന്നു. ആ ബോംബ് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചത് അമൽ ബാബുവാണ് എന്ന് മാത്രമല്ല, ഈ സംഭവ സ്ഥലത്തെ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അവിടെ കഴുകി വൃത്തിയാക്കുന്നതിനും മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കുവാനുമെല്ലാം ശ്രമിച്ചു അമൽ ബാബു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ, അതായത് സിപിഎമ്മിന്റെ വാദങ്ങളെ പൂർണ്ണമായും പ്രാദേശിക തർക്കമാണ് എന്നൊരു വാദമായിരുന്നു സിപിഎം ഉന്നയിച്ചത്. പ്രാദേശികമായി ഉണ്ടായ തർക്കമാണ്, അതല്ലാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളില്ല എന്ന് വാദിക്കാനാണ് സിപിഎം ശ്രമിച്ചത്. പക്ഷേ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ സമർപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സ്വാഭാവികമായും അത് സിപിഎമ്മിന് രാഷ്ട്രീയമായി, തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം റിമാൻഡ് റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി സിപിഐഎമ്മിന് മേൽ പ്രതിരോധം കടുപ്പിക്കും, സിപിഐഎമ്മിന് മേൽ ആക്രമണം കടുപ്പിക്കും പ്രതിപക്ഷം എന്നുള്ള കാര്യവും വ്യക്തമാണ്. സജോ ദേവസ്യ അതിന് വിവരങ്ങൾ നൽകുകയായിരുന്നു.